നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ കീഴിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും പോലീസ് പിടികൂടി കേസെടുത്തു. തുടർന്നും ശക്തമായ പരിശോധന നടത്തുമെന്ന് ഡിവൈഎസ്പി കെ.എം. ബിജു അറിയിച്ചു. പേരാമ്പ്ര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പിടികൂടി കേസെടുത്തു. 9 പേരെ പിടികൂടിയെങ്കിലും 5 പേർക്കെതിരെ കേസെടുത്തു. മേപ്പയ്യൂർ, പേരാമ്പ്ര, കായണ്ണ, മാട്ടനോട്, ചന്ദനം വയൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. സ്കൂൾ, കോളേജ് പരിസരത്തും മറ്റ് സ്ഥലങ്ങളിലും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരെക്കുറിച്ച് രഹസ്യമായി പോലീസിൽ അറിയിക്കാവുന്നതാണെന്ന് പേരാമ്പ്ര ഡിവൈഎസ്പി കെ.എം. ബിജു പറഞ്ഞു. ഇപ്പോൾ പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് യുവാക്കളും അതുപോലെ കുട്ടികളും മറ്റുള്ള ആളുകളാണ്. സ്കൂളുകൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ നടപടികൾ പോലീസ് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസിനെ അറിയിക്കണം. അടുത്ത കാലത്തായിട്ട് നിരവധി ആളുകൾ ഇതിൻ്റെ ഉപയോഗം കൊണ്ട് മരണപ്പെടുകയോ വലിയ ചികിത്സകൾ തേടി പോകേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണം മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണ്. ആയതിനാൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിനെ അറിയിക്കണം. എന്നെ അറിയിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാവുന്നതാണ്. സബ് ഡിവിഷനിലെ എന്ത് വിവരങ്ങളും എന്നെ അറിയിക്കുകയാണെങ്കിൽ അറിയിക്കുന്ന ആളുടെ വിവരങ്ങൾ രഹസ്യമായിട്ട് വയ്ക്കുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതാണ്. ആളുകളുടെ സഹായം ഇതിന് അത്യാവശ്യമാണ്. ഇത് സമൂഹത്തിൽ നിന്നും മയക്കുമരുന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായിട്ട് കൂട്ടായിട്ട് പ്രവർത്തിക്കാം. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.